മുഹിബ്ബീൻ. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരി. ഏതോ ഒരു ടീം നിങ്ങളെ കൂട്ടത്തേക്ക് പോകുന്നു എന്നാ കാര്യമായിട്ട് പറഞ്ഞു. പണ്ട് സംവാദമൊക്കെ നടത്തിയ പലരും ഇപ്പം ഞങ്ങളെ വാദത്തിലാണെന്നാണ് ഫൈസൽ മൗലവി പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ച് ഇനി സുഖമായിട്ട് ഇവിടെ നബിദിനാഘോഷം അനിസ്ലാമികാന്ന് തെളിയിക്കാന്നോ? മശായിഖന്മാരുടെ മക്കൾ ഇവിടെയുണ്ട്. കിതാബുമായി വരൂ മൗലവിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ സന്തോഷിക്കൽ സുന്നത്താണെന്ന് വളരെ ശക്തമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഏത് മുജാഹിദിനും വരാം, പുതിയ മുജാഹിദുകൾക്കും വരാം. നിങ്ങളെല്ലാവരും കൂടി മിങ്കിളായിട്ട് വന്നാലും കുഴപ്പമില്ല. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ശർഹു അസ്മാഇ സയ്യിദുൽ മുർസലീൻ. ആരതാ കിതാബ്? ഷെയ്ഖ് അബു അബ്ദുല്ലാ മുഹമ്മദ് ഇബ്നു ഖാസിം അർ-റസ്സാഖ്, ഹിജറ 894 വഫാത്ത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാന്മാരല്ലേ. അവരതാ റസൂലുള്ളാഹിന്റെ ജന്മദിനം വന്നാൽ ആ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു തരികയാണ്. ചിലർ പറയും റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എങ്ങനെയെന്ന് ഒറ്റ കിതാബിനും പറഞ്ഞിട്ടില്ല എന്നാ പറയാ. എന്നാ കേട്ടോ, മിൻ ആദാബിൽ മുഹിബ്ബി ലിഹാദൻ നബിയ്യി ശരീഫ് അൻ യകൂന മുഅല്ലിമൻ ലിലൈലത്തി മീലാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച രാത്രി, അതൊരുത്തം സുബീന്റെ ശേഷമാക്കാൻ നോക്കുന്നുണ്ട്, അതിലേക്കാൻ വരാം. സുബിഹിയോട് തൊട്ടടുത്ത സമയത്താണ് ആര് ജനിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂൽ. ആ റസൂലുള്ള ജനിച്ച രാത്രിയെ ബഹുമാനിക്കണം. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവൻ വലിൽ യൗമില്ലദീ അദ്ഹറല്ലാഹു ഫീഹി അൽ ആഖിബ ലി അംബിയാഇഹി. എല്ലാ അംബിയാക്കൾക്കും, എല്ലാ മുർസലീങ്ങൾക്കും, എല്ലാ അംബിയാക്കൾക്കും ഖാത്തിമായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. വഹിയ ലൈലത്തു സാനിയ അസറ മിൻ റബീഉൽ അവൽ. റബീഉൽ അവൽ 12-നാണ് ആ മഹത്തായ രാത്രി എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ. ഫയംബഗി ലികുല്ലി ശായിഖിൻ വമുഹിബ്ബിൻ അൻ യുദ്ഹിറ സുറൂർ. ആ രാത്രിയിൽ, ആ പകലിൽ പ്രത്യേകമായി സന്തോഷം പ്രകടിപ്പിക്കണം. വൽ ബിശാറ ഫീ തിൽക്കൽ ലൈല വസബീഹതിഹാ. അതിന്റെ പ്രഭാതത്തിൽ പ്രത്യേകിച്ചും വയുമത്തിഅ ഔലാദഹു വഅഹ്ലഹു ബിമാ അംകന ബിഹി ലിഹുസൂലി ബറകത്തിഹാ. അന്ന് മക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും ഒക്കെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. കണ്ടോ, വയുദ്ഖില സുറൂറ അലൈഹിം, അവരെ സന്തോഷിപ്പിക്കണം. വയുഅല്ലിമഹും, അവരെ പഠിപ്പിക്കണം. അന്നഹു ഇന്നമാ ഫഅല ദാലിക മഹബ്ബതൻ ലിതിൽക്കൽ ലൈല വസുറൂറൻ ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണിന്ന്. ഇന്ന് പ്രത്യേകം നമ്മളത് ചെയ്യണം. വഅ്തിനാഅൻ ബിഫദ്ലിഹാ ലിഅന്നഹാ വലിദ ബിഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞിട്ടില്ല, മൂപ്പര് വിശദീകരിച്ചിട്ട് തീർന്നില്ല. വയംബഗി, അത്യാവശ്യമാണ് ലക്കാ നിനക്ക്, അൻ തുസയ്യിനൽ ഔലാദ്, നല്ല ഭംഗിയാക്കണം മക്കളെയൊക്കെ. ഫീ ദാലിക്കൽ യൗം ബിഅഹ്സനി സീനതിഹിം, നല്ല ഭക്ഷണവും നല്ല വസ്ത്രമൊക്കെ വാങ്ങി വെക്കി. അന്ന് നല്ലൊരു പെരുന്നാളല്ലേ. വതുദ്ഖില സുറൂറ ബിമാ അംകന അലാ മുഅല്ലിമിഹിം, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും നന്നായിട്ട് കൊടുക്കണമെന്ന്, അന്ന് സന്തോഷിപ്പിക്കണം അവരെയൊക്കെ എന്നിങ്ങനെ പഠിപ്പിച്ച് മഹാൻ പറയാണ്. വലിയ വലിയ മഹാന്മാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവരോട് ചോദിക്കപ്പെട്ടു, ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗം മിൻ ബുഖൂദി ശംഇ വഗൈരി ദാലിക ലിഅജ്ലിൽ ഫർഹി. സന്തോഷത്തിന് വേണ്ടി മെഴുകുതിരി കത്തിക്കുക, ആഘോഷം. ഇന്നിപ്പോൾ മെഴുകുതിരിയല്ല, നമ്മളെ ബൾബുണ്ടല്ലോ, പിന്നെ അലങ്കരിക്കുന്ന നമ്മളെ വീടുകളൊക്കെ. റബീഉൽ അവ്വൽ വന്നാൽ ഏത് വഹാബിയും പരക്കം പായണം, എവിടെ നോക്കിയാലും ഒരു സമാധാനം കിട്ടാൻ പാടില്ല. എല്ലാം ഇത് ഇമാമിങ്ങൾ എഴുതി വെച്ചതാ. റസൂലുള്ളാഹിന്റെ ദിവസം വരുമ്പോൾ ലൈറ്റ് കത്തിക്കുക, മെഴുകുതിരി കത്തിക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് ഇബ്നു അബ്ബാദ് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഅജാബ, അവർ മറുപടി പറഞ്ഞു, അല്ലദീ യദ്ഹറു അന്നഹു ഈദും മിൻ അഇയാദിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളെ പെരുന്നാളല്ലേ, പെരുന്നാളിന്റെയും പെരുന്നാളല്ലേ അത്. വകുല്ലു മാ യഖ്തലീഹിൽ ഫറഹ വസ്സുറൂർ,
സന്തോഷിക്കാൻ എന്തൊക്കെ എനിക്ക് കഴിയോ ബിദാലിക്കൽ മൗലിദിൽ മുബാറക് മിൻ ഈഖാദി ശംഅ, നല്ല ബൾബുകളൊക്കെ കത്തിക്കുക. അപ്പം അങ്ങനെ അർത്ഥം വെക്കണ്ടേ. വയിംതാഇൽ ബസർ, ഈ മെയ്കത്തിനും കൂടെ ആണെങ്കിൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. വയിംതാഇൽ ബസർ, കൺകുളിർമയാക്കുന്ന കണ്ണിനെ സന്തോഷിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാക്കണം. വതൻസീഹി സംഇ വന്നദർ, ഇതൊക്കെ വേണം. നല്ല നല്ല ബൈത്തുകൾ അന്ന് അങ്ങനെ കേൾക്കണം. കാതും കണ്ണൊക്കെ സന്തോഷിക്കട്ടെ. വതസയ്യുൻ ബിമാ ഹസുന മിന സിയാബ്, അന്നൊക്കെ നല്ല വസ്ത്രം ധരിക്കണം. എന്നിട്ട് മഹാൻ പറയാ റുകൂബ്, നല്ല നല്ല മുന്തിയ വാഹനത്തിൽ അന്ന് യാത്ര ചെയ്യണം. ഇതൊക്കെയും അംറുൻ മുബാഹുൻ, ഇതൊക്കെ അന്ന് പ്രത്യേകം അനുവദിക്കപ്പെട്ടതാണ്. ലാ യുൻകിറു ഖിയാസൻ അലാ ഗൈരിഹി മിൻ ഔഖാത്തിൽ ഫറഹി ലാ യുൻകർ, ഇതിനെ ഒന്നും ആരും നിഷേധിക്കാൻ പാടില്ല. കാരണം സന്തോഷത്തിൻ്റെ സമയമാണ് ആരുടെ ജനിച്ച ദിവസം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ അതിന് കിതാബ് തന്നെ എഴുതി. അതിനുവേണ്ടി മാത്രം ഇമാം സുയൂത്തി ഗ്രന്ഥം എഴുതുന്നു. അത് പറയാൻ വേണ്ടി മാത്രം ജനൽ ജന്നത്തെ എന്ന് പറഞ്ഞ കിതാബ് എഴുതുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് പറഞ്ഞ സംഭവമാണോ? ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞതാ. നല്ല ഉദ്ദേശത്തിലാണ് മൗലിദ് ആഘോഷിക്കുന്നതെങ്കിൽ ലഹു അജ്റുൻ അലീം, വലിയ കൂലിണ്ട്. നല്ല ഉദ്ദേശത്തിലല്ലാതെ അപ്പോൾ നമ്മൾ കല്യാണം നടത്തിയിട്ട് കാര്യമുണ്ട്, അതിന് കൂലിട്ടോ. ചെറിയ തന്നെ കിട്ടൂല. അപ്പോൾ വലുതെന്തായാലും ഉദ്ദേശം നന്നാവണം, അതിന് കുഴപ്പമില്ല.